ഒരു സ്ത്രീയെക്കുറിച്ചുള്ള സൈക്കോളജിക് ഫാക്ട്സ് എന്തൊക്കെയാണെന്നറിയാമോ നിങ്ങൾക്ക്? നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ഇതുവരെ കാണാത്ത ഏതെങ്കിലുമൊക്കെ ചങ്കുകളൊക്കെ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യാത്തവരാരെങ്കിലുമൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി കേട്ടോ. ഇങ്ങനെയൊക്കെയുള്ള കൊച്ചു ടിപ്പുമായിട്ട് നമ്മൾ വരുന്നതാണ്. അപ്പോൾ ഓക്കെ, വീഡിയോയിലിട്ട് പോകാം. അപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്നൊരു പെണ്ണ് നമ്മുടെ അടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിലുണ്ടല്ലോ, അതെന്താണ് എന്ന് നമ്മൾ വീണ്ടും ചോദിക്കാൻ അവൾ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ആ ഒരു റീസൺ അവൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു പെണ്ണിന് ഒരുപാട് ഇമോഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിലുണ്ടല്ലോ, അവൾ മൗനമായിട്ടിരിക്കും. ഭയങ്കരമായിട്ട് നമുക്ക് സഹിക്കാൻ പറ്റാത്ത കുറേ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ, ആരോടും ഒന്നും പറയാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവൾ മൗനമായിട്ടിരുന്നാണ് അവൾ മിക്കവാറും ഉള്ള പെണ്ണുങ്ങളെ റിയാക്ട് ചെയ്യുന്നത് മൗനമായിട്ടായിരിക്കും ഇരിക്കുന്നത്. അതുപോലെ തന്നെ പെൺകുട്ടികൾ മുഖത്ത് നോക്കാതെ, നമുക്ക് പ്രിയപ്പെട്ട ആൾക്കാരുണ്ടല്ലോ, അച്ഛനായാലും അമ്മയായാലും അങ്ങനെ പ്രിയപ്പെട്ട ആൾക്കാരുണ്ടല്ലോ, അപ്പോൾ അവരുടെയൊക്കെ മുഖത്ത് നോക്കാതെ മുഖത്ത് നോക്കാൻ മടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി നമ്മളടുത്ത് സംസാരിക്കത്തില്ലേ, അത് മനസ്സിൽ എന്തോ മറയ്ക്കാൻ ശ്രമിക്കുകയാണ്. അങ്ങനെയുള്ള പെൺകുട്ടികളെയൊക്കെ സൂക്ഷിക്കണം. അവരെന്തൊക്കെ മനസ്സിൽ ചിലപ്പം എന്തെങ്കിലും അവർ അറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാകുന്നോ, അല്ലെങ്കിൽ എന്തെങ്കിലും ആരും അറിയാൻ വയ്യാത്ത എന്തെങ്കിലും കാര്യമുണ്ടോ, അങ്ങനെ എന്തായാലും എന്തെങ്കിലും മനസ്സിൽ അത് മറയ്ക്കാനായിട്ടുള്ള ആ ഒരു ഇതാണ്. അങ്ങനെ ആ ഒരു മുഖത്തോട്ട് നോക്കി സംസാരിക്കാൻ പറ്റാത്ത ആ ഒരു രീതി. അതുപോലെ തന്നെ പാർട്ട്ണറെ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോഴുണ്ടല്ലോ, കൈ പിടിച്ച് നടക്കില്ലേ, കൈ മുറുക്കെ പിടിച്ച് ഒരിക്കലും എന്നെ വിട്ടു പോകരുത് എന്ന് ആഗ്രഹിക്കുന്നവരാണ് അങ്ങനെ മുറുക്കെ കൈ പിടിച്ച് നടക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ പാർട്ട്ണറിൻ്റെ മുമ്പിലൊക്കെ ഇരുന്ന് നമ്മൾ പെൺകുട്ടികൾ കരയില്ലേ, നമ്മൾ എല്ലാവരുടെയും മുമ്പിലിരുന്ന് പെൺകുട്ടികൾ അങ്ങനെ കരയില്ല കേട്ടോ. അത്രയും നിങ്ങളെ അവർ വിശ്വസിക്കുന്നു അല്ലെങ്കിൽ സ്നേഹിക്കുന്നു എന്നതിൻ്റെയൊക്കെ ഒരു പ്രതീകമാണ് നിങ്ങളുടെ മുമ്പിലിരുന്ന് അവർ കരയുകയൊക്കെ ചെയ്യുന്നത് കേട്ടോ. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് കേട്ടോ, എന്തെങ്കിലും ഒരു കാര്യം പാർട്ട്ണറിനോട് എടുത്ത് സംസാരിക്കുമ്പോൾ, ഒരു കാര്യം തന്നെ എടുത്തെടുത്ത് ചോദിക്കുമ്പോൾ ആലോചിച്ചോണം. എന്തോ മനസ്സിൽ കിടപ്പുണ്ട്, അത് എന്താണെന്ന് അറിയാൻ വേണ്ടിയാണ് പിന്നെയും എടുത്തെടുത്ത് ചോദിക്കുന്നതെന്ന് മനസ്സിലാക്കിക്കോണം.